അഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് പെട്ടെന്ന് ഒരു പുഡിങ് വേണമെന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിങ്. അതുപോലെ അത്രയ്ക്കും ടേസ്റ്റിയാണ്, അത്രയ്ക്കും സിമ്പിളുമാണ്. തീ വരെ കത്തിക്കണ്ട. ഇങ്ങനെ ഉണ്ടാക്കിയ നിങ്ങളല്ലേ അന്നത്തെ താരം. സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ശരിക്കും 5 മിനിറ്റ് തന്നെ മതിയാവും നമുക്ക് ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ. എത്രയും പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് തണുത്ത പാലാണ്, നമ്മൾ തിളപ്പിക്കുന്നൊന്നുമില്ല, നല്ല തണുത്ത പാലാണ്. ഇനി ഈ ഒരു കപ്പിൽ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണും കൂടെ നമുക്ക് അധികം ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി കണ്ടൻസ്ഡ് മിൽക്കാണ് വേണ്ടത്, അതും ഈ ഒരു കപ്പ് അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുക്കുന്നുണ്ട്, അതും ഈ കപ്പിൽ തന്നെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ അളവിലുള്ള കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം വേണമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി ബ്രെഡാണ് വേണ്ടത്. ഞാൻ 8 പീസ് ബ്രെഡ് എടുത്തതാണ് കാണിക്കുന്നത്. എനിക്ക് 14 പീസ് ബ്രെഡ് ആവശ്യമായിട്ട് വന്നിന്. എൻ്റെ ട്രേ കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് കുറച്ചധികം ഞാൻ എടുത്തിന്. ഇനി നിങ്ങളുടെ ട്രേ ചെറുതാണെങ്കിൽ അതിന് കണക്കായിട്ട് ബ്രെഡ് മതിയാവും. ബ്രെഡിൻ്റെ 4 വശവും ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കാം. അങ്ങനെ ഒരു പീസ് ബ്രെഡിനെ ഞാൻ 2 കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ബ്രെഡ് പുതിയത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പഴയതാകുമ്പോൾ പൊടിഞ്ഞ് നുറുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ ബ്രെഡിൽ മിൽക്ക് മിക്സ് ഒഴിക്കുമ്പോൾ പുതിയതാകുമ്പോൾ എളുപ്പം കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബ്രെഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ ആ ഗ്യാപ്പിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നിനെ പകുതിയാക്കി വെച്ചത്. അതും കൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നട്ട്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതിയാവും. അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ലെയർ സെറ്റായി. ഞാൻ 2 ലെയറായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനി അടുത്തത് ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ബ്രെഡ് ആദ്യത്തെ പോലെ തന്നെ ഇതിന് മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. പഴയതുപോലെ തന്നെ നമ്മൾ ആദ്യം എന്താണ് ചെയ്തത് അത് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് വെച്ചതിന് ശേഷം മിൽക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു നട്ട്സ് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 ലെയറും സെറ്റാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ലെയർ മാത്രം മതിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, 2 ലെയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി 3 ലെയർ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ 3 ലെയറൊക്കെ ചെയ്യാം. ഇനി ഇതുപോലെ ഇങ്ങനെ ഫോയിൽ വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂർ നമുക്ക് നല്ലോണം തണുക്കാൻ വെച്ച് കൊടുക്കാം. 2 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് നമ്മളെ പുഡിങ് ഇതാ തണുത്ത് നല്ലോണം റെഡിയായി വന്നിന്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
കാരണം ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അടുപ്പിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു സാധനങ്ങളും അടുപ്പിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ട്രൈ ആണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കുറച്ച് മിൽക്ക് മിക്സ് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. അല്ലാതെ ഇതുപോലെ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കഴിക്കാം. ഇങ്ങനെ ഒരു പാത്രത്തിൽ കോരിയിട്ടിട്ട് കുറച്ച് മിൽക്ക് മിക്സും കൂടെ ഒഴിച്ചിട്ടാണ് കഴിക്കേണ്ടത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.